ഈ സംഘർഷത്തിന് അയവ് ഉണ്ടാവും എന്ന പ്രതീതി മാത്രമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ താൽക്കാലിക യുദ്ധവിരാമ പ്രസ്താവനയിലൂടെ കണ്ടത്. താൽക്കാലികമായ വെടിനിർത്തൽ അമേരിക്കയുടെ ഒരു തന്ത്രം, അല്ലെങ്കിൽ താൽക്കാലിക മുഖം രക്ഷിക്കൽ, അല്ലെങ്കിൽ റീഗ്രൂപ്പിങ്ങിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആയുധപ്പുര നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഇടവേള, ഒരുപക്ഷെ യുദ്ധവിരാമം ഉണ്ട് എന്ന് പ്രതീതി ജനിക്കുമ്പോൾ മിസൈൽ ആക്രമണം നിർത്തിവെക്കുമെന്നാണ് അമേരിക്ക വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ഇസ്രായേലിന് നേരെ ഇറാൻ നിരന്തരം മിസൈലുകൾ വായിക്കുകയും ഇസ്രായേലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഓപ്പൺ ചെയ്യുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ യുദ്ധം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കുകയാണ് എങ്കിൽ, ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണ് നേരെ ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചിരിക്കുന്നു ഇറാൻ. ഇസ്രായേൽ സൈനിക ആസ്ഥാനം ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള പറയുന്നു. മറ്റൊന്ന്, US-ന്റെ F-18 വിമാനത്തെ ലക്ഷ്യം വെച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇറാനിലെ പ്രസ് TV പുറത്തുവിട്ടതാണ്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന 48 മണിക്കൂർ അന്ത്യശാസനത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതിന് പിന്നാലെ ഒരു പുതിയ സംഘർഷം ഉടലെടുത്തിട്ടുണ്ടോ പശ്ചിമേഷ്യയിൽ? ഈ സംഘർഷത്തിന് അയവ് ഉണ്ടാവും എന്ന പ്രതീതി മാത്രമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ താൽക്കാലിക യുദ്ധവിരാമ പ്രസ്താവനയിലൂടെ കണ്ടത്. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇസ്രായേൽ ആക്രമണം തുടർന്നു. ഇറാൻ ഇസ്രായേലിന് നേരെയും അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെയും ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് നേരെയും ഇസ്ലാം ആക്രമണം വ്യാപിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ, താൽക്കാലികമായ വെടിനിർത്തൽ അമേരിക്കയുടെ ഒരു തന്ത്രം, അല്ലെങ്കിൽ താൽക്കാലിക മുഖം രക്ഷിക്കൽ, അല്ലെങ്കിൽ റീഗ്രൂപ്പിങ്ങിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആയുധപ്പുര നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഇടവേള. ഇതിൽ കവിഞ്ഞ ഒരു അർത്ഥവും ഇറാൻ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇറാൻ നിരന്തരം ആക്രമണത്തിൻ്റെ മോഡിൽ നിന്നും പിന്മാറിയില്ല. തൽഫലമായി രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, USS എബ്രഹാം ലിങ്കന് നേരെയുള്ള ആക്രമണ ശ്രമം. ആക്രമണമെന്ന് പറയാനാവില്ല, കാരണം എബ്രഹാം ലിങ്കന് കാര്യമായി കേടുപറ്റിയതായി അറിയില്ല. പക്ഷേ വളരെ ഉൾവലിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ പേർഷ്യൻ ഉൾക്കടലിന് പുറത്തുള്ള, അതായത് ഗൾഫ് ഓഫ് ഒമാനും തെക്ക് അറബിക്കടലിൽ സുരക്ഷിതമായൊരു അകലം പാലിച്ചുകൊണ്ടാണ് USS എബ്രഹാം ലിങ്കൻ നിൽക്കുന്നത്. അത് വലിയ വിമാനവാഹിനി കപ്പലുകളാണ്. 10-90 വിമാനങ്ങൾ വഹിക്കുന്ന വലിയ വിമാനവാഹിനി കപ്പലാണ്. അതിനൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനാവാത്ത ഒന്നായി മാറും. അമേരിക്കയ്ക്ക് വല്ലാതെ അഭിമാനക്ഷതം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഒരു സുരക്ഷിത അകലം, പക്ഷെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം ഇറാൻ്റെ ഹിറ്റിംഗ് റേഞ്ചിന് പുറത്തൊന്നുമല്ല എബ്രഹാം ലിങ്കൻ. പക്ഷേ അത് നമുക്കറിയാമല്ലോ, ഒരു വിമാനവാഹിനി കപ്പലിന് ചുറ്റും ഡിസ്ട്രോയേഴ്സ് ഉണ്ടാകും. എബ്രഹാം ലിങ്കന് ചുറ്റും 3 നശീകരണ കപ്പലുകളാണുള്ളത്. ആ ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുമ്പോൾ അത് ബാഹ്യ ശക്തികൾ, അത് മിസൈലുകളുടെ രൂപത്തിലോ വിമാനങ്ങളുടെ രൂപത്തിലോ ഡ്രോണുകളുടെ രൂപത്തിലോ ഏറിയലായി വരുന്ന ഏതാണ്ട് എല്ലാ സന്നാഹങ്ങളെയും ആക്രമണ ശ്രമങ്ങളെയും ആകാശത്ത് വെച്ചുകൊണ്ട് തന്നെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണ്. അത് കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നാണ് അമേരിക്ക ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ആക്രമണ ഭീഷണി ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ ആധുനിക എയർക്രാഫ്റ്റ് F-18 കാറ്റഗറിയിൽ, F സീരീസിൽ ഒരുപാട് വിമാനങ്ങൾ, F-14, 15, 16, 18, ഇതൊക്കെ പല കാറ്റഗറി വിമാനങ്ങളിൽ F-18 വിമാനത്തിന് കേടുപാടുകൾ വന്നതായും വെടിവെച്ചിട്ടതായും പിക്ചറുകൾ കാണിച്ചുകൊണ്ട് ചിത്രങ്ങൾ സഹിതം ഇറാൻ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അമേരിക്കയോ ഇസ്രായേലോ ഒന്നും തന്നെ അതിന് സ്ഥിരീകരണം നൽകുന്നതുമില്ല. അപ്പം അതുകൊണ്ട് ഈ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ശമനം എന്ന നിലയിൽ യുദ്ധത്തെ കണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. യുദ്ധം അതുപോലെ തന്നെ തുടരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അമേരിക്കയുടെ ഈ നീക്കത്തെ വളരെ സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് ഇറാൻ കാണുന്നതും അതനുസരിച്ചാണ് പ്രതികരണത്തിൻ്റെ ഘടനകൾ പോകുന്നതും. ഈ മറ്റൊരു കാര്യമുള്ളത്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തകൃതിയായ ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നിരവധി മിസൈലുകൾ അയച്ചതായി ഇസ്രായേൽ സൈന്യം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ കഴിഞ്ഞ ദിവസം ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരത്തിന്റെ മറ്റൊരു വീഡിയോ കൂടി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്നാണ് ഇതേക്കുറിച്ച് ഇറാൻ പറഞ്ഞത്. ഭൂഗർഭ താവളങ്ങളിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ വൻ ശേഖരം തന്നെ ഇറാന് ഇപ്പോഴുമുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമുണ്ടല്ലോ,
ഇറാന്റെ മിസൈൽ ശേഖരം ഇല്ലാതാക്കിയെന്ന ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും അവകാശവാദങ്ങൾ പൊള്ളയല്ലേ എന്ന്. അപ്പോൾ ഇത്രയും നാൾ പതുങ്ങിയിരുന്ന ഇറാൻ ഇപ്പോൾ ആക്രമണം ടോപ്പ് ഗിയറിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ഇവിടെ ഈ ചോദ്യത്തിൻ്റെ സജഷൻ ഇറാൻ്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രഹരശേഷിയെക്കുറിച്ചും വയബിലിറ്റിയെക്കുറിച്ചും ഒക്കെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഈ ഏറിയൽ ഡിഫൻസ് ആൻഡ് ഏറിയൽ ഒഫൻസ് ഇത് രണ്ടും ആധുനിക യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമാണ്. കരയിലൂടെയല്ല ഒരു ആക്രമണവും ആധുനിക കാലത്ത് വരുന്നത്. എല്ലാ ആക്രമണവും ആകാശമാർഗം വന്ന് എയർ സുപ്പീരിയോറിറ്റി നേടിയതിന് ശേഷം പിന്നീട് വേണ്ടി വന്നാൽ മാത്രം കരയിലേക്ക് കടന്നു കയറുക. ഇതാണ് ആധുനിക യുദ്ധത്തിൻ്റെ തന്ത്രം. റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോഴും ഏറിയൽ സുപ്രമസിയാണ് അവർ ആദ്യം നേടിയെടുത്തത്. പിന്നീടാണ് കരയുദ്ധത്തിലേക്ക് നീങ്ങിയത്. ഇസ്രയേൽ ഹമാസ് താവളങ്ങൾ ആക്രമിച്ചപ്പോഴും ഏറിയൽ യുദ്ധമാണ്. ആഴ്ചകൾക്ക് ശേഷമാണ് കരയുദ്ധത്തിലേക്ക് നീങ്ങിയത്. അപ്പോൾ ഇവിടെയും കരയുദ്ധം എന്നതില്ല, ഏറിയൽ യുദ്ധമാണ്. അപ്പോൾ ഏറിയൽ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മിസൈലുകൾ, രണ്ട് വിമാനങ്ങൾ. അപ്പോൾ ആദ്യ ഘട്ടമെന്ന് പറയുന്നത് വിമാനങ്ങളല്ല ഉപയോഗിക്കുന്നത്, മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രു സേനകളെ തകർക്കുക. ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് റഡാറുകളാണ്. അതായത് വ്യോമ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള കരയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധങ്ങളായ സർവൈലൻസ് എക്യുപ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് റഡാർസ്. അതുപോലെ തന്നെ വിമാനവേധ തോക്കുകൾ, വിമാനവേധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ ബാറ്ററികൾ. അതാണ് S-300, S-400 ഇറാൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഈ വിമാനവേധ അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. അടുത്ത കാറ്റഗറിയാണ് ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മിസൈലുകൾ. ഇവിടുത്തെ ചോദ്യം ഇറാൻ്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ചാണ്. നമുക്കറിയാമല്ലോ, ഇറാൻ്റെ വ്യോമസേന ദുർബലമാണ്. വ്യോമസേനയിൽ വേണ്ട പരിഷ്കരണങ്ങൾ കാലാകാലങ്ങളിൽ നടന്നിട്ടില്ല. കാരണം അതിലൊരു നിരർത്ഥകതയുമുണ്ട്. കാരണം വ്യോമസേനയ്ക്ക് ഇറാൻ പോലെ ഒരു രാജ്യം, ഇറാൻ എന്നല്ല, സാമാന്യ ഒരു ഇൻ്റർമീഡിയറി പവേഴ്സിന് പോലും വ്യോമസേന ഫലപ്രദമായി ഉപയോഗിക്കാൻ ആവില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ശത്രു സൈന്യത്തിന് എയർ സുപ്പീരിയോറിറ്റി ഉണ്ടെങ്കിൽ വിമാനങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പറന്നുയരുന്ന വിമാനങ്ങളെ ഉറപ്പായും ടാർഗറ്റ് ചെയ്തിരിക്കും. അതുപോലെ ഗ്രൗണ്ടിൽ വിമാനങ്ങൾ ഒളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. മിസൈൽ ശേഖരമോ ഗണ്ണുകളോ അല്ലെങ്കിൽ കവചിത വാഹനങ്ങളോ ഗുഹകളിൽ ഒളിപ്പിക്കാം. പക്ഷേ വിമാനങ്ങൾ ഒളിപ്പിക്കാൻ, സുരക്ഷിതമായ ബങ്കറുകളിൽ ഒളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യ റൗണ്ടിൽ തന്നെ തറയിൽ കിടക്കുന്ന എയർപോർട്ടുകളിൽ ഹാങ് ചെയ്യുന്ന വിമാനങ്ങൾ ആക്രമിക്കപ്പെടും. അതുകൊണ്ട് വിമാനങ്ങൾക്ക് വേണ്ടി ഇറാൻ കാര്യമായ തുക ചെലവഴിച്ചിട്ടില്ല. വ്യോമസേനയെ ആധുനികവൽക്കരിക്കാൻ കാര്യമായ ശ്രമം നടന്നിട്ടില്ല എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുകളാം. പിന്നെ ഉള്ളത് മിസൈലുകളാണ്. വിവിധ റേഞ്ചുകളിൽ ഡ്രോണുകളും മിസൈലുകളും. അതുകൊണ്ടാണ് പറയുന്നത് ഇറാൻ്റെ മിസൈൽ സിറ്റീസ് എന്നാണ് അവർ പറയുക. അത് ഒരു ഇറാൻ തന്നെ ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. മിസൈലുകളുടെ വലിയ ശേഖരം, അതിൻ്റെ പാശ്ചാത്യ മാധ്യമങ്ങളാണ് മിസൈൽ നഗരങ്ങൾ എന്ന രൂപത്തിൽ വലിയ കൂമ്പാരങ്ങളാണ്. അത് വളരെ സുരക്ഷിതമായി, ഇറാൻ്റെ ടോപ്പോഗ്രഫി അനുസരിച്ച് ഒരുപാട് മൗണ്ടൻസ് ഉണ്ട്. അപ്പം മൗണ്ടൻസും ഗുഹകളും തുരങ്കങ്ങളും ഇതെല്ലാം തന്നെ സുരക്ഷിതമായി ആയുധങ്ങൾ, മിസൈലുകൾ അടുക്കി വെക്കാൻ പറ്റുന്ന ഇടങ്ങളാണ്. ഇതൊരു പക്ഷേ അമേരിക്കൻ കണ്ണുകളിൽ പെടുന്നുണ്ടാവാം. പക്ഷേ അതിൻ്റെ കവാടങ്ങൾ ആക്രമിക്കാൻ മാത്രമേ പലപ്പോഴും കഴിയാറുള്ളൂ. ഡീപ്പ് പെനിട്രേഷൻ ചിലപ്പോൾ സാധ്യമാകാതെ വരും. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാൽ പോലും ഡീപ്പ് പെനിട്രേഷൻ സാധ്യമാകാതെ വരുമ്പോൾ എക്സിറ്റ് റൂട്ടുകൾ പലതുമുണ്ടായി. മിസൈലുകൾ മറ്റ് ഇടങ്ങളിലൂടെ, ഈ തുരങ്കങ്ങളുടെ ഒരു മുഖത്ത് ആക്രമണം വരുമ്പോൾ മറ്റ് പല ഇടങ്ങളിലും എക്സിറ്റ് റൂട്ടുകൾ ഉണ്ടാകാം. അതൊക്കെ ടോപ്പോഗ്രാഫിക്കൽ സ്പെസിഫിക്കേഷൻസ് അറിയാവുന്നത് ഇറാനാണ്. ഇങ്ങനെയുള്ള മിസൈലുകൾ വൻതോതിൽ ഉപയോഗിക്കപ്പെട്ടു. ഇനിയും അവനാഴിയിൽ ഏറെ മിസൈലുകൾ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്ന ഇസ്രായേൽ നേരെ നടത്തുന്ന ആക്രമണം. നോക്കൂ, ആദ്യ റൗണ്ടിൽ അമേരിക്ക വിചാരിച്ചത് ഇറാൻ വലിയ രീതിയിൽ ഇറാനെ ആക്രമിക്കും, ഇറാൻ വലിയ രീതിയിൽ തിരിച്ചടിക്കും, ഇറാൻ്റെ മിസൈലുകളെല്ലാം തന്നെ ഏതാനും ദിവസം കൊണ്ട് കാലിയാകും. പക്ഷേ ഇറാൻ പ്രയോഗിച്ച തന്ത്രം ലേശം വ്യത്യസ്തമാണ്. ആദ്യം ചെറിയ പ്രഹരശേഷിയുള്ള, ചെറിയ വാർമുനകളുള്ള ലോ റേഞ്ച് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി മിസൈലുകൾ ഉപയോഗിച്ചു. അതിനെ തകർക്കാൻ വേണ്ടി, വലിയ ചിലവൊന്നും ഉള്ളതല്ല ഈ മിസൈലുകൾ, അതിനെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, താഡ് സിസ്റ്റം, അതുപോലെ പേട്രിയോട്ട് സിസ്റ്റം, ഈ സിസ്റ്റം വൻ ചിലവാണ്.
അതുകൊണ്ട് ഏറെ മിസൈലുകൾ തകർക്കാൻ വേണ്ടി ഏറെ പ്രതിരോധം ഉപയോഗിക്കേണ്ടി വന്നു. പിന്നീടാണ് കൂടുതൽ പ്രഹരശേഷിയുള്ള, കൂടുതൽ കൃത്യതയുള്ള ശബ്ദാതിവേഗ മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോഴാണ് നാശനഷ്ടങ്ങൾ, ഒന്നാം ആഴ്ചയേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ രണ്ടാം ആഴ്ച, അതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുള്ളിൽ മൂന്നാമത്തെ ആഴ്ച. ഇപ്പോൾ യുദ്ധം നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെയാണ് ഇറാൻ്റെ ഒരു തന്ത്രമാണ്, അവനാടിയിലെ പ്രധാന ഐറ്റംസ് പെട്ടെന്ന് പുറത്തെടുത്ത്, ബ്രഹ്മാസ്ത്രം ഉടനടി പുറത്തെടുക്കേണ്ടതില്ല, അത് കരുതി വയ്ക്കുക. ഈ തന്ത്രം ഒരു പരിധിവരെ ഫലിക്കുന്നൊരു കാഴ്ചയാണ്. ഒരുപക്ഷെ യുദ്ധവിരാമം ഉണ്ട് എന്ന് പ്രതീതി ജനിക്കുമ്പോൾ മിസൈൽ ആക്രമണം നിർത്തിവെക്കുമെന്നാണ് അമേരിക്ക വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ഇസ്രായേലിന് നേരെ ഇറാൻ നിരന്തരം മിസൈലുകൾ പായിക്കുകയും ഇസ്രായേലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. യുദ്ധം സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ അമേരിക്ക മാത്രമാണ് കുറച്ചെങ്കിലും ആക്രമണം കുറച്ചിട്ടുള്ളത്. അതേസമയം ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ തോത് കഴിഞ്ഞ ആഴ്ച കുറഞ്ഞു വന്നു. യുദ്ധവിരാമം അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷം അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടന്നു. ജിദ്ദയിലേക്കും റിയാദിലേക്കും കുവൈറ്റിലേക്കും UAE-യിലേക്കും എല്ലാം തന്നെ ആക്രമണം നടന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആക്രമണത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരുന്നു എന്ന് കാണാം. പക്ഷേ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇറാൻ്റെ മിസൈൽ ശേഖരം ഇൻടാക്റ്റ് ആണെന്ന് പറയാൻ ഞാനാളല്ല. പക്ഷേ അവശേഷിക്കുന്നു. ഇനിയും ഒരു അംഗത്തിനുള്ള ബാല്യം ഇറാനുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റായ വിലയിരുത്തലുകൾ. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. അടുത്ത എപ്പിസോഡിൽ മറ്റ് വിഷയങ്ങൾ, ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാം.